തൃശ്ശൂരിലെ വടക്കാഞ്ചേരിക്കടുത്ത് അകമലക്കുന്ന് വലിയ രീതിയിൽ ഉരുൾപൊട്ടലിന്റെ ഭീഷണിയിലാണ്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 60-ലധികം കുടുംബങ്ങളാണ് ഈ സമീപത്തുള്ളത്. ഇപ്പോൾ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവർ ഈ മേഖല അപകട സാധ്യതയുള്ളതാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് മാറ്റുന്നത്. ഈ സമീപത്ത് എത്ര വീടുകളുണ്ട്? ഈ ദുരന്തവുമായി സംഭവിക്കുകയാണെങ്കിൽ ഒരു 60ഓളം വീടുകൾ മാറി താമസിക്കേണ്ടി വരും. ഒരുവിധം ആളുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങളെല്ലാവരും കൂടി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ബോയ്സ് പിള്ളേരുടെ ഇതുണ്ട്, അതിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറേ പേര് അവരവരുടെ കുടുംബങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നാണ് ജ്വൽസ് വകുപ്പ് എല്ലാ ആളുകളും വന്നിട്ട് ഭയങ്കര പ്രശ്നമാണെന്ന് അവർ വിലയിരുത്തിയിരിക്കുന്നത്. അവരുടെ വിലയിരുത്തിനനുസരിച്ച് എന്താണോ പറയുക അതാണ് ഇന്നലെ MLA സേവർ ചിറ്റിപ്പള്ളി വന്നപ്പോഴും ചർമ്മം വന്നപ്പോൾ. എന്താണ് ഇപ്പോൾ ഇത് ഈ ഭാഗം പ്രത്യേകം സ്പോട്ട് ചെയ്യാനുള്ള കാരണം എന്താ? പൊട്ടിയുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ മോൾവശം ഒരു 3-4 ഇടങ്ങളിൽ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ വിള്ളലുകൾ വന്നിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാണ് ജിയോളജി വകുപ്പുകൾ വന്നിരിക്കുന്നത്. അത് കുന്നിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുക. അതെ, അത് വൻ ഡേഞ്ചറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ 1, 2, 3 കിണറുകളുണ്ട് അവിടെ, അതൊക്കെ ഫുള്ളാണ്. ഇത്രയും കുന്ന് പ്രദേശത്ത് കിണറിൽ ഫുള്ള് വെള്ളം നിൽക്കുകയാണ്. അത് ഇറങ്ങാത്ത ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും വേഗം അത് പൊട്ടി പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവിടെ അങ്ങനെ സൈഡ് ഇടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുൾവശത്ത് ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ സെൻട്രൽ ഭാഗത്ത് അങ്ങനെ കുറേ വശങ്ങളിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മഴ വന്നപ്പോൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നപ്പോഴും ഇത്തരം അപകട സാധ്യത ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഉണ്ടാവുമെന്നല്ലാണ്ട് അതൊക്കെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഇടിയാന്ന് മാത്രം. പക്ഷേ ഇത്രയും വലുതായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അത് മുന്നേ ഇതുപോലെ വന്നിട്ട് അവർ ചെറിയ അപകട പ്രദേശം പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഡേഞ്ചറാണെന്നാണ് ഇപ്പോൾ വന്നത്. ഇവിടെ ഇപ്പോൾ വീടുകൾ കൂടാതെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ പരിസരത്ത്? സ്ഥാപനങ്ങൾ എന്ന് പറയാൻ നമുക്കിപ്പോൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്, 1-2 വർക്ക്ഷോപ്പുകളുണ്ട്. പിന്നെ അവിടെ ഒരു കട ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതാണുള്ളത്. താഴത്തെ ചെറിയ കടകളുണ്ട്. ആളുകൾ മാറിപ്പോകാൻ തയ്യാറാവുന്നുണ്ടോ? ഒരുപാട് പേർക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഈ വയനാട് ദുരന്തം തന്നെ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയാണ്, എന്താണ്ടാവുക ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇവരുടെ ദുരന്തസേന വന്നിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാറി താമസിക്കുന്നുണ്ട്. ഇവിടെ എത്ര പേരുണ്ടാവും ഏകദേശം ഈ സമീപത്ത്? ആളുകൾ എത്ര പേരുണ്ടാവും? ഒരു 60 കുടുംബങ്ങൾ പേരുണ്ടാവും. അങ്ങനെ പറഞ്ഞ ഒരു കറക്റ്റ് കണക്ക് പേരുണ്ടാവും. 300-400 ഇവിടുത്തെ താഴത്തേക്കും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മാറാനേ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടുകയാണെങ്കിൽ തന്നെ ഈ ഭാഗമല്ലാതെ അങ്ങോട്ട് താഴത്തേക്ക് ആൾക്കാർ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുന്ന് എത്ര ഏരിയ ഉണ്ട്? ഈ കുന്നിന് എത്ര അറിയോ? കുന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം മൊത്തം അങ്ങനെ വരുന്നത് 5 ഏക്കറിന്റെ മുകളിലുണ്ടാവും. ഇവിടെ മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവിടെ കുറച്ച് പേര് മരിക്കലും അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്കൊന്നും ഓർമ്മയില്ലാത്ത നമ്മളൊക്കെ ജനിക്കാട്ട് മുന്നേ. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടാവുന്നത്. ഈ മഴ അങ്ങനെ തുടർച്ചയായി പെയ്യുന്നുണ്ട്, രാത്രിയും പെയ്യുന്നുണ്ട്. എന്താ ഇന്നിപ്പോൾ മഴ കുറവായിരുന്നു, ഇന്നും കുറവായിരുന്നു. രാത്രി മഴയാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. രാത്രി മഴ പെയ്ത ആൾക്കാരെ എവിടേക്ക് പെട്ടെന്ന് പോകാൻ ഒരു പേടിയല്ലായിരിക്കും. എല്ലാവരും തയ്യാറാണല്ലോ പോകാൻ? ഇതെല്ലാവരും ഇവിടെ ഈ ഭാഗത്തിലെല്ലാവരും ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ മാറ്റി. ആ ഭാഗത്തുള്ളതും കുറേ പേര് മാറിപ്പോയി, കുറേ ക്യാമ്പിലേക്ക് പോയി, കുറേ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇവിടെ. ഏതായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ കർശനമായ നിർദ്ദേശം ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ്. കാരണം നമുക്ക് ഈ ഭാഗം കണ്ടാൽ തന്നെ അറിയാം, വലിയ കുന്നാണ്. ആ കുന്നിന് താഴ്വാരത്തിലാണ് നിരവധി വീടുകളുള്ളത്. ആ കുന്നിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു അപകടം ഉണ്ടായാൽ പോലും താഴേക്ക് പതിക്കുകയും നിരവധി പേർക്ക് ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിയോളജി വകുപ്പ് വന്ന് പരിശോധന നടത്തി ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകളും എത്തി ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ച് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമീപത്തേക്ക് മഴ കഴിയുന്നതുവരെ, മഴയുടെ ശക്തി കുറയുന്നതുവരെ പരിസരത്തേക്ക് വരരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ജയ്സൈൻ, തൃശ്ശൂർ.